ഭാരതത്തെ നശിപ്പിക്കാനുള്ള രാജ്യദ്രോഹ ശക്തികൾക്ക് എതിരായ പോരാട്ടം തുടരുമെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ പി.സി. ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. തന്റെ ഇടത്തോടെ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 4 ദിവസത്തെ റിമാൻഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ഈരാറ്റുപേട്ട കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ തെളിവ് ശേഖരണം അടക്കം പൂർത്തിയായി എന്നും പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്നും പി.സി. ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായി ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്നയാളാണ് പ്രതിയെന്നും ജാമ്യം നൽകിയാണ് ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കരുത് എന്ന കർശന ഉപാധിയോടെയാണ് പി.സി. ജോർജിന് ജാമ്യം നൽകിയിരിക്കുന്നത്. ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗാണ് പോലീസിൽ പരാതി നൽകിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ തിങ്കളാഴ്ച ഈരാറ്റുപേട്ട കോടതിയിലെത്തിയാണ് പി.സി. ജോർജ് കീഴടങ്ങിയത്. അതേസമയം പി.സി. ജോർജിനെതിരെ കേസ് കൊടുത്തവർക്ക് നന്ദി എന്ന് പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈരാറ്റുപേട്ടയിലെ തീവ്രവാദത്തിനെതിരായ നിലപാട് തുടരുക തന്നെ ചെയ്യും. കേസില്ലായിരുന്നുവെങ്കിൽ പിതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയാൻ കഴിയില്ലായിരുന്നുവെന്നും ഷോൺ വ്യക്തമാക്കി. സ്വന്തം പ്രസ്താവന ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയെങ്കിൽ പി.സി. ജോർജ് തന്നെ മാപ്പ് പറഞ്ഞതാണ്. വഖഫ് ബില്ലിൽ ശക്തമായ നിലപാടെടുത്തതാണ് പി.സി. ജോർജിനെതിരെ മുസ്ലിം ലീഗ് തിരിയാൻ കാരണം. മകൻ എന്ന നിലയിൽ കേസ് കൊടുത്തവർക്ക് നന്ദി. ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ തയ്യാറാകാത്ത ആളാണ് പി.സി. ജോർജ്. കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിലെ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാൻ കാരണം പരാതിക്കാരനാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനുവരി 5-ാം തീയതിയായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടെ പി.സി. ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന ആരോപണം ഉയർന്നത്. യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിൽ നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. തുടർന്ന് ഈരാറ്റുപേട്ട പോലീസ് ഹാജരാകാൻ നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ കോടതിയിലെത്തിയാണ് പി.സി. ജോർജ് ഡയറക്റ്റ് ആയിട്ട് കീഴടങ്ങിയത്. 14 ദിവസത്തെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഹിന്ദു ദൈവങ്ങളെയോ ഹൈന്ദവ വിശ്വാസത്തെയോ സനാതന ധർമ്മത്തെയോ കുറിച്ച് അപഹാസ്യമായ രീതിയിൽ പറഞ്ഞാൽ ഒന്നും ഉണ്ടാകാത്ത ഒരു കേസാണ് പി.സി. ജോർജിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദു മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ അവഹേളിച്ചാൽ കേസെടുക്കാൻ യാതൊരു താല്പര്യവും കാണിക്കാത്ത പിണറായിയുടെ പോലീസിന് പക്ഷെ ഈ കാര്യത്തിൽ ഭയങ്കര താല്പര്യമായിരുന്നു. നാട്ടിൽ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30 വർഷം MLA ആയിരുന്ന ആളിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ ഇതിനും എത്രയോ മുമ്പ് ഗണപതി മിത്താണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ പൊതുപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കേസുകൾ എടുത്തിട്ടില്ല. ആ കേസുകളിൽ മുന്നോട്ടുള്ള നീക്കവും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ആരും തന്നെ പരിഗണിച്ചതുമില്ല. അതിപ്പോൾ ഹിന്ദു ദൈവങ്ങൾക്കെതിരെയോ ഹൈന്ദവ വിശ്വാസത്തിനെതിരെയോ എന്ത് പറഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പക്ഷെ പി.സി. ജോർജ് പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള ഗൂഢ നീക്കം തന്നെയാണ് നടന്നത്.